ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ നേരിടുന്നൊരു പ്രശ്നമാണ് തുണികൾ ഉണക്കുക എന്നുള്ളത്. അപ്പോൾ ഏറ്റവും വലിയൊരു ടാസ്ക് ആണല്ലേ തുണികൾ ഉണക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് അഴയൊന്നും കെട്ടാൻ സ്ഥലമില്ലാത്തവരാണെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിലൊക്കെ ചെറിയ സ്ഥലത്ത് താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പ് കൂടിയാണ് കേട്ടോ. ഇനി നമുക്ക് അഴ കെട്ടാതെ തന്നെ തുണികൾ ഉണക്കിയെടുക്കാൻ പറ്റും. 2 PVC പൈപ്പ് മാത്രം മതി കേട്ടോ. നമ്മൾ വീട്ടിൽ വെറുതെ കളയുന്ന ഇതുപോലത്തെ പൈപ്പുകൾ ഉണ്ടെങ്കിൽ അത് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ അപ്പോൾ വെയിലൊന്നും വേണ്ട കേട്ടോ, പുറത്ത് സ്ഥലവും വേണ്ട, നമുക്ക് ഉള്ളിൽ വെച്ചിട്ട് തന്നെ തുണികൾ എങ്ങനെയാണ് ഉണക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് PVC പൈപ്പാണ്. 2 PVC പൈപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ലെങ്ത്തിലുള്ള 2 പൈപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പൈപ്പ് എടുക്കുമ്പോൾ ഒരേ വലിപ്പത്തിലുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് വലിച്ചു കെട്ടാനായിട്ട് നമുക്ക് കയറ് പോലെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് പ്ലാസ്റ്റിക് കയറ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ പഴയ ജീൻസ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഇതുപോലെ പഴയ ക്ലോത്ത് വെച്ചിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോവാത്ത ക്ലോത്ത് വെച്ചിട്ട് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വെട്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് കയർ എടുത്താലും മതി കേട്ടോ. ഇനി ഓരോ പൈപ്പിലും ഹോൾസ് ഇട്ട് കൊടുക്കണം. ഒരു 2 ഇഞ്ച് ഡിസ്റ്റൻസിലാണ് കേട്ടോ ഞാൻ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 6 ഹോൾസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പപ്പടക്കോല് ചൂടാക്കിയിട്ട് വെച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഹോൾസ് റെഡിയായി കിട്ടും. ഇനി ഓരോ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ കയറുണ്ടല്ലോ അത് നമ്മൾ ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കെട്ടി കൊടുത്താൽ മതി കേട്ടോ. കയർ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഹോൾസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എത്ര എണ്ണം വേണമെങ്കിലും നമുക്കിതിൽ കെട്ടാട്ടോ. ഞാനിപ്പോൾ 4 എണ്ണമാണ് ചെയ്തിട്ടുള്ളത്. ഈ പൈപ്പിൻ്റെ അറ്റത്തുള്ള 2 ഹോള് മാറ്റിയിട്ട് 4 ഹോളിൽ മാത്രമാണ് കേട്ടോ നമ്മൾ ഈ കയറ് പിടിപ്പിച്ചിട്ടുള്ളത്. ഇനി ഈ 2 ഹോളിലും കൂടി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ മൊത്തത്തിലുള്ള ഒരു ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ വേറൊരു കയറ് കൂടി ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതാ സിമ്പിളായിട്ടുള്ള ഒരു അഴയാണ് കേട്ടോ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. PVC പൈപ്പ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് ജനലിൻ്റെ കമ്പിയിലോ അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെയൊക്കെ കൊളുത്തി കൊടുക്കുകയോ അല്ലെങ്കിൽ കെട്ടി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഒക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ റൂമിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഡ്രസ്സ് ഉണക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്ലോത്തൊക്കെ ഡ്രൈ ചെയ്യുന്ന സ്റ്റാൻഡൊക്കെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഒരുപാട് പൈസയൊക്കെ കൊടുക്കണം കേട്ടോ. പക്ഷേ ഈ ഒരു രീതിയിൽ നമ്മുടെ വീട്ടിൽ ഒഴിവാക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സ്ഥലവും ലാഭമാണ്, പൈസയും ലാഭമാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആർക്കെങ്കിലും ഉപകാരം ആവുകയാണെങ്കിൽ അവർ ട്രൈ ചെയ്ത് നോക്കട്ടെ. താങ്ക്